ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ടല്ലേ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൂടുതലായിട്ട് തോന്നും, വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ എന്ന് തോന്നാറുണ്ട്. അതായത് നെഗറ്റീവായ രീതിയിൽ നമ്മൾ പറയാറുണ്ട്, വളരെ കൂടുതലായി പോയി എന്ന് നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, വളരെ നെഗറ്റീവായ രീതിയിൽ നമ്മൾ പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നോട് സംസാരിക്കാൻ പറ്റാത്ത അത്രയും തിരക്കിലായിരുന്നു അദ്ദേഹം, എന്നോട് സംസാരിക്കാൻ പറ്റാത്ത അത്രയും തിരക്കിലായിരുന്നു, നടക്കാൻ പറ്റാത്ത അത്രയും ക്ഷീണിച്ചു പോയിരുന്നു, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത അത്രയും പേടിച്ചു പോയിരുന്നു, അല്ലെ, നെർവസ് ആയി പോയിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഒന്നും കേൾക്കാൻ പറ്റാത്ത അത്രയും ശബ്ദകോലാഹലം ഉണ്ടായിരുന്നു, അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ, ഒന്നും കേൾക്കാൻ പറ്റാത്ത അത്രയും ശബ്ദകോലാഹലം, നടക്കാൻ പറ്റാത്ത അത്രയും ക്ഷീണിച്ചു പോയിരുന്നു അല്ലെങ്കിൽ പേടിച്ചു പോയിരുന്നു, എന്നോട് സംസാരിക്കാൻ പറ്റാത്ത അത്രയും തിരക്കിലായിരുന്നു. ഇങ്ങനെ നെഗറ്റീവായ രീതിയിൽ നമ്മൾ ഒരുപാട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി ഈ വീഡിയോ മറക്കാതെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ കൂടുതൽ, ആവശ്യത്തിൽ കൂടുതൽ. യെസ്, ഇത് പറയാനായിട്ട് നമ്മൾ ഒരുപാട് സസ്പെൻസ് ഒന്നും വെക്കാതെ തന്നെ കാര്യം പറയാണ്. ഇത് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് രണ്ട് വാക്കുകളാണ്, ഒരേപോലുള്ള രണ്ട് വാക്കുകൾ, ടു ടു. യെസ്, ആദ്യത്തെ ടു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, TOO. രണ്ടാമത്തെ ടു എന്ന് പറയുന്നത് TO. യെസ്, ഈ രണ്ട് വാക്കുകളാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, വളരെയധികം, ആവശ്യത്തിൽ കൂടുതൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ രണ്ട് വാക്കുകൾ ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്നല്ലേ? യെസ്, നമുക്ക് നോക്കാം എക്സാമ്പിളുകളിലൂടെ. ആദ്യം നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നടക്കാൻ പറ്റാത്ത അത്രയും ആള് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കാര്യം കണ്ടു, എന്തോ ഒരു കാര്യം അനുഭവിച്ചു, പെട്ടെന്ന് ആള് ആകെ പരിഭ്രമിച്ചു പോയി, ഇല്ലേ, ഒന്ന് ഭയപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഭ്രമത്തില് അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല, ആകെ നെർവസ് ആയി പോയി, നടക്കാൻ പറ്റുന്നില്ല. യെസ്, അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് പറയുന്നത്, അദ്ദേഹം പരിഭ്രമിച്ചു, അതുകൊണ്ട് നടക്കാൻ പറ്റിയില്ല. യെസ്, പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, നടക്കാൻ പറ്റാത്ത അത്രയും ആള് പരിഭ്രമിച്ചു പോയി, നടക്കാൻ പറ്റാത്ത അത്രയും ആള് പരിഭ്രമിച്ചു പോയി. ഓക്കെ, നമ്മളിത് ഇംഗ്ലീഷിൽ പറയാണ്. അതിനു മുമ്പ് ആദ്യം ഞാൻ ഈ വാചകം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് സാധാ പറയുമ്പോൾ ഒന്ന് പറഞ്ഞു കാണിച്ചു തരാം. ഇങ്ങനെയാണ്, ഹി വാസ് നെർവസ്, ഹി വാസ് നെർവസ്, ഹി കുഡ് നോട്ട് വാക്ക്. രണ്ട് വാചകങ്ങൾ അല്ലേ? ഓക്കെ, ഹി വാസ് നെർവസ്, ഫുൾ സ്റ്റോപ്പ്. ഹി കുഡ് നോട്ട് വാക്ക്, അദ്ദേഹം പരിഭ്രമിച്ചു, അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞില്ല. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക്, നടക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, യെസ്, ഇപ്പൊ നമ്മൾ രണ്ട് വാചകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഈ രണ്ട് വാചകങ്ങളെ ഞാൻ ഒരൊറ്റ വാചകമാക്കിയിട്ട് മാറ്റിയാണ്. ഇവിടെയാണ് നമ്മുടെ ടു ടു നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനത് മാറ്റുന്ന സമയത്ത് ഇങ്ങനെ പറയാണ്, ഹി വാസ് ടു നെർവസ് ടു വാക്ക്, ഹി വാസ് ടു നെർവസ് ടു വാക്ക്. വളരെ ചെറിയൊരു സെന്റൻസ് ആയി മാറി, അല്ലേ? ഹി വാസ് ടു നെർവസ് ടു വാക്ക്. അങ്ങനെ പറഞ്ഞാൽ നടക്കാൻ പറ്റാത്ത അത്രയും അദ്ദേഹം നെർവസ് ആയി പോയി എന്നാണ് പറയുന്നത്. ഹി വാസ് ടു നെർവസ് ടു വാക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകളൂടെ പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ടു ടു നമ്മൾ വെക്കുന്ന ആ ഒരു സ്പേസ്, സ്ഥലം എവിടെയാണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും എന്നുള്ളതാണ്. ഇപ്പോ ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ സംസാരിക്കാൻ പറ്റാത്ത അത്രയും ബിസി ആയിപ്പോയി, ഞാൻ സംസാരിക്കാൻ പറ്റാത്ത അത്രയും ബിസി ആയി പോയി. ഇപ്പോ ഒരാള് മറ്റൊരാളെ കാണാൻ പോയി, ആ സമയത്ത് അയാൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ആ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു എക്സ്ക്യൂസ് പറയാണ്, ഹി വാസ് ടു ബിസി ടു ടോക്ക്, ഹി വാസ് ടു ബിസി ടു ടോക്ക്. സംസാരിക്കാൻ പറ്റാത്ത അത്രയും അദ്ദേഹം ബിസി ആയിരുന്നു. ഹി വാസ് ടു ബിസി ടു ടോക്ക് ടു ഹർ, ഹി വാസ് ടു ബിസി ടു ടോക്ക് ടു ഹർ. അദ്ദേഹത്തോട് അവളോട് സംസാരിക്കാൻ പറ്റാത്തത്രയും അയാള് ബിസി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഹി വാസ് ടു ബിസി ടു ടോക്ക് ടു ഹർ. അവിടെ രണ്ട് ടു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നോട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും അവിടെ നെഗറ്റീവായ അർത്ഥമാണ് കിട്ടുക എന്നുള്ളതാണ്. ആ ടു ടു എന്ന് പറയുമ്പോൾ നെഗറ്റീവായ അർത്ഥമാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം.
ഇപ്പോൾ നമ്മൾ പറയാണ് ഒന്നും കേൾക്കാൻ പറ്റാത്ത അത്രയും ശബ്ദകോലാഹലമുണ്ട് അല്ലേ, ഒന്നും കേൾക്കാൻ പറ്റാത്ത അത്രയും ശബ്ദകോലാഹലമുണ്ട്, ഭയങ്കര ബഹളമായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ് ഒന്നും കേൾക്കാൻ പറ്റാത്ത അത്രമാത്രം ശബ്ദകോലാഹലമുണ്ട് അല്ലേ. യെസ്, ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ദ പ്ലേസ് ഈസ് ടു നോയ്സി ടു ഹിയർ എനിത്തിങ്. ദ പ്ലേസ് ഈസ് ടു നോയ്സി ടു ഹിയർ എനിത്തിങ്. ഒന്നും കേൾക്കാൻ പറ്റാത്ത അത്രയും ശബ്ദകോലാഹലാണ് ഈ സ്ഥലത്തുള്ളത്. ദ പ്ലേസ് ഈസ് ടു നോയ്സി ടു ഹിയർ എനിത്തിങ്. ഒന്നും കേൾക്കാൻ പറ്റാത്ത അത്രയും ശബ്ദകോലാഹലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിളോടെ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവായ അർത്ഥമാണ് വരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിൽ നമ്മൾ അവസാനമായിട്ട് ഒരു എക്സാമ്പിളോടെ പറയാണ്, ഇറ്റ് വാസ് ടു ഹെവി ടു ലിഫ്റ്റ്. ഇറ്റ് വാസ് ടു ഹെവി ടു ലിഫ്റ്റ്. അത് ഉയർത്താൻ പറ്റാത്ത അത്രയും ഭാരമായിരുന്നു. ഇറ്റ് വാസ് ടു ഹെവി ടു ലിഫ്റ്റ്. അത് ഉയർത്താൻ പറ്റാത്ത അത്രയും ഭാരമായിരുന്നു എന്നാണ് പറയുന്നത്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് ടു എന്നീ രണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു സെന്റൻസിൽ ഈ ടു എന്നുള്ളത് ഒരുമിച്ച് വരികയാണെങ്കിൽ, ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ ആ സെന്റൻസിന് ഒരു നെഗറ്റീവ് മീനിങ് ആയിരിക്കും കിട്ടുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അവന് എടുത്തു പൊക്കാൻ പറ്റാത്ത അത്രയും ഭാരമായിരുന്നു, അതായത് അവന് പൊക്കാൻ പറ്റിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവായ മീനിങ് കിട്ടും എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ ഒരു 4-5 എക്സാമ്പിളുകളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കൺഫ്യൂഷൻ ആവേണ്ട ഏരിയ ഒന്നുമല്ല. എന്നാലും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു രീതി നമ്മൾ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത്, നമ്മുടെ സംസാരം എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.